വർണ്ണ കാഴ്ചകളെയും കാഴ്ചകൾക്കപ്പുറമുള്ള മനസ്സിന്റെ ആഗ്രഹങ്ങളെയും കൺപീലികളിൽ ഒളിപ്പിക്കുന്ന പെൺ മനസ്സാണ് സ്ത്രീത്വം. പക്ഷേ അവരുടെ കഴിവുകൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിൽ നമ്മുടെ കൂടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ട് താര ജോഡികളാണ്. അവരുടെ കളിചിരി തമാശകളും അവരുടെ അഭിനയവും അവരുടെ സ്നേഹബന്ധവും എല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഓൺ സ്ക്രീനിൽ. അപ്പൊ അവരുടെ ഓഫ് സ്ക്രീൻ വിശേഷങ്ങളും ഓൺ സ്ക്രീൻ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ രണ്ടുപേരും സ്വാഗതം ചെയ്യാം. ശ്രീറാം ആൻഡ് റബേക്ക. രണ്ടുപേർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ്, ഇതെന്താ ഇങ്ങനെ ഒരു ഷേക്കാൻഡ്, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. സോ എല്ലാം ഹാപ്പി അല്ലേ, സന്തോഷല്ലേ? അടിപൊളി ബഹളം, തമാശ, കളിച്ചിരി, ഡാൻസ് എല്ലാത്തിനും. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. നമുക്ക് ഇവരുടെ സീറ്റുകളിലേക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പൊ ആദ്യം തന്നെ ഞാൻ ശ്രീറാമിലേക്ക് ചുമ്മാ കുറെ കാര്യങ്ങൾ ചോദിക്കാം. ചുമ്മാ കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചുമ്മാ കുറെ കഥകൾ കിട്ടുന്ന ചുമ്മാ നമ്മുടെ അമൃത ടിവിയിലെ ഒരു സ്വത്താണെന്ന് പറയാം അല്ലേ? കാരണം ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു അത്. ആ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിൽ ജസ്റ്റ് ഫൺ ചുമ്മേല ആക്ട് ചെയ്യുന്നത് ശരിക്കും എൻ്റെ ലൈഫ് പോലെ തന്നെയാണ്. കോഴിക്കോട് നിന്ന്, എൻ്റെ വീട് സ്വദേശം കോഴിക്കോട് നിന്ന് അഭിനയിക്കാൻ ചാൻസ് തേടി കൊച്ചിയിലേക്ക് വന്ന് കൊച്ചിയിലത്തെ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ താമസിക്കുക. അപ്പൊ ഞാൻ ഇപ്പോഴും കോയിൻസിഡൻസ് ആയി കാണുന്നത് എന്താ വെച്ചാൽ ജീവ ഒരു സൂപ്പർ സ്റ്റാറാ, ജീവ ഒരു സൂപ്പർ സ്റ്റാറാ. അപ്പൊ ആനന്ദിന്റെ സ്വപ്നാണ് ജീവയിലൂടെ ഏതൊക്കെ വഴി കഥ പോയി ആലോചിക്കണം. പക്ഷെ ശരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഗ്യാങ്ങിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സിജു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിൽക്കാണ്. ആൻഡ് വിനീത് ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗഹൃദം എങ്ങനെയാണ്? മലർവാടി ആർട്സ് ക്ലബ് സിനിമ. മലർവാടി ആർട്സ് ക്ലബ് ആയിരുന്നു ഫസ്റ്റ് സിനിമ. മലർവാടി കഴിഞ്ഞിട്ടാണ് തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമയിലേക്ക് ഒരു ഓഫർ വന്നത്. അതും നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രീറാമിന്റെ മുഖം കാണുമ്പോൾ എല്ലാവരും പറയുന്ന സിനിമയായിരിക്കും തട്ടത്തിൻ മറയത്തും മലർവാടിയൊക്കെ. പിന്നെ ഒരു കുട്ടിയോടെ എന്നെ നോക്കി ഇങ്ങനെ വളരെ ദയനീയമായി എനിക്ക് ചേട്ടൻ പറയുന്നതിന് കൗണ്ടർ അടിക്കേണ്ടതുണ്ട്. പിന്നെ ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത് നേരം പറഞ്ഞതിൽ എന്ത് കൗണ്ടർ അടിക്കാൻ തോന്നി? കൗണ്ടർ ലൈക്ക് ഞാൻ പറഞ്ഞല്ലേ, പുള്ളി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് ഞാൻ ശ്രീറാമേട്ടനെ ഫസ്റ്റ് ടൈം മിനി സ്ക്രീനിൽ കാണുന്നതും ജസ്റ്റ് ചുമലാണ്. ഞാൻ ഒരു സീരീസ് അന്ന് ആദ്യമായി കണ്ട് ഭയങ്കരമായിട്ടും തുടങ്ങിയതും പുള്ളിയുടെ തന്നെയാണ്. അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ആൽബം സോങ് ഇറങ്ങുന്നതും പിന്നെ സിനിമ ഇറങ്ങുന്നതും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാനാണ് എന്റെ ക്ലാസ്സിൽ മറ്റേ സീരിയലുണ്ടായിരുന്ന ചേട്ടൻ കണ്ട ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു. ഒരു സൈഡിൽ കൂടെ ഞാനും നിങ്ങളുടെ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ വന്നിട്ട് പുള്ളിയാണ് ഹീറോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ആ ചേട്ടനോ. അപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഹീറോ ആയിട്ട് ജീവ എന്നുള്ള ക്യാരക്ടറിൽ വന്ന പോലെ തന്നെയായിരുന്നു അന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ പുള്ളിയുടെ കൂടെ അഭിനയിക്കുന്ന അങ്ങനെ വന്നപ്പോഴാണ് അതാ പറഞ്ഞ പുള്ളി കഥ ഇങ്ങനെ ഭയങ്കരമായിട്ടും പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണതുണ്ട്. പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നത് എന്റെ ഇടയിൽ കൂടെ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശ്രീറാമിന്റെ ഫാൻ ആയത് എപ്പോഴാണ് മറ്റേ ആഡ് കണ്ടിട്ട്, മറ്റേ ലാലേട്ടന്റെ കൂടെ. അതായിരുന്നു എനിക്ക് ഭയങ്കര കൊള്ളാലോ ഈ ചെക്കൻ, അടിപൊളിയാണല്ലോ തോന്നിയത്. അതുപോലെ ആ ആഡിൽ ഞാൻ ലാലേട്ടനെ കണ്ടിട്ടില്ല. അവിടുന്ന് പൊക്കുന്നു ഇവിടെ പൊക്കുന്നു, രോമാഞ്ചം വന്നിട്ട് ഇങ്ങനെ ചമ്മി നാറിയിരിക്കാണല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. ശ്രീറാം എങ്ങനെയാണ് ലൊക്കേഷനിൽ പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ പാടിപ്പിക്കാറില്ല, വെറുതെ. ശ്രീറാമിനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയാത്തായിരിക്കും. കാരണം ശ്രീറാമിന്റെ അച്ഛനൊരു കർണാട്ടിക് മ്യൂസീഷ്യൻ ആണ്. അത് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അറിയാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പാട്ടിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാത്തോണ്ടും പിന്നെ അച്ഛന്റെ പേര് കളയേണ്ട വെച്ചിട്ട് ഞാൻ അധികം അങ്ങനെ പാടാറില്ല. അതാണ് സത്യം. ഗെയിം കളിക്കാനുള്ള സമയം ഇങ്ങനെ അടുക്കാറായിരിക്കണം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുമ്പോ നിങ്ങൾ നമുക്ക് എന്താണ് ഈ ഗെയിം എന്ന് അറിയേണ്ടത്? അതായത് നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്ത്, ഐസ്ക്രീം ഇല്ല അത് ഞങ്ങൾ കഴിച്ചിട്ടാണ് തരിക. സ്റ്റിക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ കഴിക്കുമ്പോഴല്ല ആ കട്ട എടുത്തിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഡൈസ് വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. പക്ഷെ അതിലൊരു റിസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ 1 എന്നുള്ളത് ആദ്യം, പിന്നെ 2,
പിന്നെ 3, പിന്നെ 4, അങ്ങനെ 6 അങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി വിജയിക്ക് ഞാൻ എന്താ ജയിക്കുന്നു. വിജയ്ക്ക് അതിഗംഭീരമായ പ്രൈസ് ആണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എനിക്കത് അതെ ചേട്ടനത് വേണ്ട. ആ ഫ്ലാറ്റ് എനിക്ക് വേണം. ആ ഫ്ലാറ്റിന് വേണ്ടി പോരാടൂ. ഓക്കെ, അപ്പൊ ഗെയിം കട്ട വെച്ചിട്ടുള്ള ഗെയിമിന് നിങ്ങൾ റെഡി അല്ലേ? കട്ടക്ക് റെഡി. ആരാദ്യം കളിക്കും അത് പറയും. റബേക്ക, ശ്രീറാം. കണ്ടോ, ആ കൈ ചൂണ്ടല് തന്നെ ശ്രീറാം ഇങ്ങനെ. നമുക്ക് ഈ ആട്ടിൻകുട്ടിക്ക് തന്നെ ആദ്യം ഈ ഗെയിം കളിക്കാനുള്ള ഞാൻ പിടിക്കാം. സ്റ്റിക്ക് എടുത്തോളൂ, ഒരെണ്ണം എടുത്തിട്ട് റെഡി ആയി നിന്നോളൂ. ഞാൻ ഒരു മ്യൂസിക് ഒക്കെ ഇട്ടുതരും. സോ റെഡി അല്ലേ? റെഡി, മ്യൂസിക്. 1 വെച്ചിരിക്കുകയാണ്. ഇനി 2 വെക്കേണ്ടത്. ചേട്ടാ 4 എന്തോ എങ്ങനെ നേരെ നോക്കി വെക്ക്. ഓക്കെ, 2. ഇനി അടുത്തത് ഏതാണ് കുട്ടി വെക്കാൻ പോകുന്നത്? 5. എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. 3. റബേക്ക കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. 4 അല്ലേ? ആണെന്ന് തോന്നുന്നു. എന്റെ കണ്ണു തിരിക്കും പിടിക്കുന്നില്ല. ചെറിയൊരു ആട്ടമുണ്ട്. സമയമുണ്ട്, വേഗം വെച്ചോളൂ. 1 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല. 1 മിനിറ്റ് സമയമുണ്ട്. നമ്മൾ കണ്ടിന്യൂ ചെയ്തോളൂ. 2, വെരി ഗുഡ്, വെരി ഗുഡ്. 3. ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. എടുക്ക്. വേഗം. പറ്റും, ശ്രീറാമിന് പറ്റും. ഈ പാട്ടിനനുസരിച്ച് വെച്ചാൽ മതി, കറക്റ്റ് ആയിക്കോളൂ. സമയം തീരാ അറിയിച്ചിരിക്കല്ലേ? Time out. 1, 2, 3. 3 പാവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം 4 വെച്ചായിരുന്നു. എന്റെ വളരെ അതിവിദഗ്ധമായ ഇടപെടൽ കൊണ്ട് അതങ്ങ് തള്ളി. ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയി പോയി. അപ്പൊ നമുക്ക് ശ്രീറാം 3 വെച്ചിരിക്കുന്നത്. വെരി ഗുഡ്. ഇനി നമുക്ക് അടുത്തത് റബേക്കയിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ, സോ മ്യൂസിക്. 1 വെച്ചിരിക്കുകയാണ്. ഇപ്പോഴേ പോയി തുടങ്ങി. വിറക്കരുത്. വിറക്കുന്ന എന്തിനാണ്? അവിടെ എന്തോ പറയാൻ 2 വെച്ചിരിക്കുകയാണ്. അത് അയ്യോ, 1. പോരട്ടെ. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു. വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആയിരുന്നു റബേക്ക. ഓ, അപ്പൊ റബേക്കയ്ക്ക് തീർച്ചയായിട്ടും ഈ കട്ട വെക്കാൻ പറ്റും. നിസ്സാരം. തേങ്ങ പൊട്ടിക്ക് സ്വാമി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അപ്പൊ നമ്മുടെ ഈ ഗെയിമില് അതിഗംഭീരമായിട്ട് ജയിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം റബേക്ക. റബേക്കയുടെ സമ്മാനം ഞാൻ എടുത്തുകൊണ്ട് വരും. ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റിന് വേണ്ട പറ്റിയൊരു കീ ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. പുതിയതായിട്ട് വാങ്ങുന്ന ആ ഫ്ലാറ്റിന് തോന്നുന്നു. ആ കീ ഞാൻ കൊടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഓക്കെ, മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ് നിങ്ങൾ ചേരുന്ന ആ പ്രായത്തിന് ചേരുന്ന ആ കുഞ്ഞു വാവയ്ക്ക് എന്താണോ വേണ്ട അതാണ് നിങ്ങൾ. അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. റബേക്കയുടെ വോയിസ് ഭയങ്കര ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ്. പക്ഷെ അതിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടോ? അഭിനയിക്കുമ്പോൾ ഭയങ്കര പെർഫോമറാ. ആണോ? ഞാൻ ഇരുത്തി പറയില്ല, പക്ഷെ പെർഫോം ചെയ്യും. ഈ കുട്ടികളിയൊന്നുമില്ല, വളരെ സീരിയസ് ആണ്. നിങ്ങൾ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയല്ലേ? ഒരുപാട് ആൾക്കാർ അത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് പെയർ ആണ് നിങ്ങൾ, മറ്റതാണ് മറിച്ചതാണ്, നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ ചില കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. അത് അവർക്ക് അറിയില്ലല്ലോ. ഇത്ര നാൾ അഭിനയിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞതിലാണ് ഇത്ര പേര് തെറ്റെങ്കിൽ ഞാനൊന്നും ഒന്നും പറയുന്നില്ല. ഗ്ലിസറിനില്ലാണ്ട് കരയണു. പെർഫോമൻസിന്റെ നടുവിലാണല്ലോ ഈ റബേക്കയില് അടുത്ത ജന്മത്തില് റബേക്കയില് ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട 3 സ്വഭാവം ഏതൊക്കെയാണ്? നമ്മുടെ ലൊക്കേഷനില് റബേക്ക ഒരു ആണായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു എപ്പോഴും എല്ലാരും പറയും. അടുത്ത ജന്മത്തില് റൗഡി
റൗഡി ബേബി. ഏതോ ഒരു ഞാൻ എന്നെ തന്നെ കത്തിക്കുത്ത് വിശേഷിപ്പിക്കുന്ന കേസിൽ റൗഡി ജയിലിൽ ബെക്ക പോയി എന്നാണ്. കാണുന്നു. ജയിലിൽ പോയിട്ട് റൗഡി ബെക്ക. റൗഡി ബെക്ക. ശ്രീരാമിൽ മാറ്റേണ്ടത് എന്താണ്? ശ്രീറാമേട്ടിൽ എന്താ മാറ്റേണ്ടത്? ഒന്നുമില്ല. കുറെ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയാ. റിസ്ക് എടുക്കാൻ മടിയുണ്ടോ? മടിയില്ല. മടിയില്ല. അടുത്ത ടാസ്ക് പറട്ടെ. റിസ്ക് എടുക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ശ്രീരാമന് വേണ്ടിട്ട് ഞാൻ ഒരു അടിപൊളി ഗെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. Yes. ആ ഗെയിം കളിച്ച് റിസ്ക് ഏറ്റെടുത്ത് ജയിക്കണം. വിജയശ്രീ ലാളിതനായി തിരിച്ചു വരണം. ഇന്നല്ല. ഓക്കെ, കണ്ടോ എന്റെ കയ്യിൽ കുറെ മുത്തുകൾ ഇരിക്കുന്നുണ്ടോ? വളരെ ഭംഗിയുള്ള നല്ല മണിമുത്തുകൾ. കണ്ടു. ഈ മുത്തുകൾ ഞാൻ കണ്ടോ സാമ്പിൾ ആയിട്ട് ഗ്ലാസുകളിൽ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം വേറെ വേറെ കളറായിരുന്നല്ലേ? വേറെ വേറെ ഗ്ലാസ്സിൽ കിടക്കുന്നുണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ മുത്തുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പലതരം കളറാണെന്ന്? ഇല്ല, ചേച്ചി നിങ്ങളിത് കാണുക. നിങ്ങൾ ഇത് കാണുക. കളർ അതുണ്ടോ? എന്തായിരുന്നു അത്? ഇല്ലാന്നാണ് എന്റെ ഇതുവരെയുള്ള വിശ്വാസം. കളർ ബ്ലൈൻഡ്നെസ്. അതില്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്ക് റെബേക്ക തന്നെ ആദ്യം കളിക്കണം. അതായത് പലതരം കളറുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ദാ ഈ ഗ്ലാസ്സിൽ മഞ്ഞ, ഈ ഗ്ലാസ്സിൽ പിങ്ക്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത് അറേഞ്ച് ചെയ്യണം. മാക്സിമം 1 മിനിറ്റ് സമയത്തിൽ എത്ര മുത്തുകൾ വാരി വാരി വിതറാൻ പറ്റുമോ അത്രയും അറേഞ്ച് ചെയ്യണം. തുടങ്ങല്ലേ? സോ മ്യൂസിക്. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മഞ്ഞ മഞ്ഞ. എവിടെ? അത് പച്ചയാ. തെറ്റിച്ചു അത് തെറ്റിച്ചു. തെറ്റിച്ചു. തെറ്റിച്ചേ, തെറ്റിച്ചേ. ഫൈനൽ വിധി വരുന്നവരെ ഞാൻ സമ്മതിക്കില്ല. അത് പച്ചയാ. തെറ്റി, തെറ്റി. ഇല്ല. അത് പച്ചയാണോ? എന്ന് എടാ, കണ്ടാ മനസ്സിലായില്ലേ? പച്ച നീ പച്ച. ഇട്ടേക്കുന്നത് വേറെ പച്ചയാണ്. ടീച്ചർ ഇതിനകത്ത് പലതരം പച്ചയില്ല. എല്ലാത്തിനും ഒരു പച്ചയല്ലേ ഉള്ളൂ. അല്ല. വെറുതെ എന്റെ സമയം കളയരുത് നിങ്ങൾ. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ ആ, കിടപ്പുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിടും. അതൊക്കെ ശ്രദ്ധിച്ചിടണോ? ആ, പിന്നെ അല്ലാണ്ട് ഓരോന്ന് ഇടാവുള്ളൂ. ഓരോന്ന് രണ്ടെണ്ണം ഇട്ടു. രണ്ടെണ്ണം ഇട്ടു. രണ്ടെണ്ണം ഇട്ടു. ആ. അതൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി. ഇതൊക്കെ 4-5 ഒരുമിച്ചിട്ടാണ് ഇട്ടത്. ദൈവമേ, ഏത് ഗതികെട്ടവനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അതിവികൃതമായി ഞാൻ പറഞ്ഞേക്കണോ, ഞാൻ തോറ്റു. ഇതെന്ത് കളിയാ? ഞാൻ കാണിച്ചതാ അതെങ്ങനെയാണ്. Ready, ready. 1 മിനിറ്റ് ആയിട്ടില്ല. Come on, you can do it. ഓരോന്നോരോന്ന് ഇടും. ഓരോന്നോരോന്ന്. 2 സമയം കഴിഞ്ഞു. ഇതിൽ എനിക്ക് കുറെ സംശയമുണ്ട്. ശരി, കുട്ടിയുടെ സംശയം പറയൂ. 1, ഇതിൽ പല കളറുകളുണ്ട്. ഈ 5 കളർ മാത്രമല്ല. അല്ല, ഞാൻ കരുതി ഇതിൽ 5 കളർ മാത്രമേ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇതിന്റെ കളർ മാച്ച് ചെയ്ത് ഇടണം. ഞാൻ കളി പിൻവലിച്ചു. പിൻവലിച്ചു. അത് സത്യം. അങ്ങനെ പറ്റൂല. അയ്യോ, എണ്ണീറ്റില്ല. സമ്മതിക്കൂല. എന്തൊരു അലമ്പാണ് ഈ കുട്ടി. ഇനി ഞാൻ എങ്ങനെ ഒരു വിജയം പ്രഖ്യാപിക്കും? അതല്ല ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു തന്നിരിക്കുന്നു. ഏകദേശം മനസ്സിലായല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ശ്രീരാമനെ എന്താണെന്ന് കാണണം. ഞങ്ങൾക്ക് വേണ്ടി തോറ്റാന്ന് വെറുതെ എന്തിനാ Okay. ഇഷ്ടം പോലെ ടാസ്ക് ചെയ്യണമെന്ന്. മ്യൂസിക്. ഭയങ്കരം തന്നെ. മഞ്ഞയാണ്. അത് മസ്റ്റഡി യെല്ലോ ആണ്. എന്താണ് തമാശ ആക്കാണ്? അങ്ങനെ അല്ല തമാശ ആക്കാണ്. കണ്ടാ? പിങ്ക്, വെള്ള ഇങ്ങനെ ഇടണം. ഇങ്ങനെയാണ് ഇടുന്നത്. ഓരോന്നായി. അതന്നെ. വെരി ഗുഡ്. ഈ കുട്ടി ഫൗള് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ നീല. ജഡ്ജസ് പ്ലീസ് നോട്ട്. ഈ കുട്ടി തെറ്റിക്കുന്നുണ്ട്. ഇതിലെ നീല. എന്നെ സമ്മതിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കാൻ. ഫൈനൽ ജയിച്ചേ. പ്രോത്സാഹിപ്പിക്കാൻ. ദാ, 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 കളർ മാറി, കളർ മാറി, കളർ മാറി. Time out, time out, time out. കളർ മാറി, കളർ മാറി, ഇതാ, കളർ മാറി, കളർ മാറി. ഒരു ആംബുലൻസ് വിളിക്കട്ടെ. 108 വിളിക്കുവാ. 108. അണ്ടകടാഹം പോലെ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടി നടന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ കണ്ടത് ഫൗളാണ്. ആ, ശരി. ചേട്ടനും തോറ്റു. അതിലാകെ ഒരെണ്ണേ ഉള്ളൂ എന്ന് സമാധാനിക്കും. ഇതിന്റെ മൊത്തം അങ്ങനെയായിരുന്നു. ഇല്ല. 4 പച്ച, ഞാൻ 4 പറയാം. നീല. ഈ ഇത്രയും ക്ലാസ്സിൽ ശ്രീറാം നന്നായിട്ട് വെച്ചു. അത്രയല്ലേ ഉള്ളൂ ബാക്കി. പക്ഷെ ആ, ബാക്കി ഈ 5 ഞാൻ രണ്ട് correct ആയിട്ട് ഈ 2 ക്ലാസ്സിൽ നീ ഫൗള് കാണിച്ചു. 2-3 ക്ലാസ്സിൽ മൂന്ന് ഫൗൾ foul കാണിച്ചു. കാണിച്ചു. ആര് foul എനിക്ക് നീ കാണിച്ചു foul. ചുപ്പ്. ഞാനെന്താ ചുപ്പ്? നമുക്ക് ശ്രീരാമിന് ഒരു സമ്മാനമുണ്ട്. തരും. അത് വെച്ചെങ്കിൽ നിൽക്കൂ. ഒരു പോസ്റ്റ് കൊടുക്കും. ഒന്നും കൂടെ. ശരിയായില്ല. Yes, yes, correct.